ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ തൊഴിൽ വാർത്തയിൽ നിന്നും തിരഞ്ഞെടുത്ത LGS മെയിൻ പരീക്ഷാ പരിശീലനമാണ്. PSC പരീക്ഷയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടും. ക്ലാസ് പൂർണ്ണമായും കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച ശ്രീരക്ഷ ഏതിനം കിഴങ്ങുവിളയാണ്? മരച്ചീനി. പ്രതിസന്ധിയിലായതിനെ തുടർന്ന് 2020 മാർച്ചിൽ റിസർവ് ബാങ്ക് ഏറ്റെടുത്ത സ്വകാര്യ ബാങ്ക് ഇത്? യെസ് ബാങ്ക്. കേരളത്തിലെ ഏത് ദേശീയോദ്യാനത്തിന് ചുറ്റുമുള്ള 1 കിലോമീറ്റർ പ്രദേശമാണ് കേന്ദ്ര സർക്കാർ 2021 ജനുവരിയിൽ പരിസ്ഥിതി ദുർബല മേഖലയായി വിജ്ഞാപനം ചെയ്തത്? മതികെട്ടാൻചോല. സമൂഹ മാധ്യമങ്ങളിലെ അസത്യ പ്രചാരണങ്ങൾ തിരിച്ചറിയാനുള്ള അവബോധം സൃഷ്ടിക്കാനായി സംസ്ഥാന സർക്കാർ നടത്തുന്ന ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ പരിപാടി ഏത്? സത്യമേവ ജയതേ. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതി ഏത്? ജീവൻ ദീപം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ മലയാളിയായ CP റിസ്വാൻ ഏത് രാജ്യത്തിൻ്റെ കളിക്കാരനാണ്? UAE. കേരള സർക്കാർ രൂപം നൽകിയ സാമൂഹിക സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ സിനിമാ താരമാര്? ടൊവിനോ തോമസ്. കേരളത്തിൽ സംസ്ഥാന ദുരന്തമായി 2021 ജനുവരിയിൽ പ്രഖ്യാപിച്ച രോഗമേത്? പക്ഷിപ്പനി. സംസ്ഥാനത്തെ എല്ലാ വീടുകളിലും LED ബൾബുകൾ ലഭ്യമാക്കാനുള്ള പദ്ധതി ഏത്? ഫിലമെൻ്റ് രഹിത കേരളം. ഏത് രോഗത്തിൻ്റെ നിർമ്മാർജ്ജനാർത്ഥം സംസ്ഥാനത്ത് ആരംഭിച്ച പദ്ധതിയാണ് അക്ഷയ കേരളം? ക്ഷയം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷമേത്? 1885. ഇന്ത്യയിലെ ഏത് നാട്ടുഭാഷയിൽ എഴുതപ്പെട്ട കൃതിയാണ് ആനന്ദമഠം? ബംഗാളി. ഏത് കലാപത്തിൻ്റെ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ? ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഗാന്ധിജി എത്ര തവണ കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചു? 1 തവണ. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കൊള്ളയടിക്കുന്നത് തുറന്നുകാട്ടിയ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചതാര്? ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ ഗവർണർ ജനറൽ പദവി വഹിച്ച ഏക ഇന്ത്യക്കാരനാര്? C. രാജഗോപാലാചാരി. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെട്ടതാര്? സർദാർ വല്ലഭായ് പട്ടേൽ. കാശ്മീരിനെ ഇന്ത്യയോട് ചേർക്കാൻ തീരുമാനിച്ച ഭരണാധികാരി ആര്? ഹരിസിംഗ്. സിംല കരാർ ഒപ്പിട്ട വർഷമേത്? 1972. ബഹിരാകാശത്ത് എത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനാര്? രാകേഷ് ശർമ്മ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പിയാര്? ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ഭാഗം 3ൻ്റെ പ്രതിപാദ്യമെന്ത്? മൗലികാവകാശങ്ങൾ. രാജ്യസഭാംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്ര? 30 വയസ്സ്. ഭരണഘടന അംഗീകരിച്ച ഔദ്യോഗിക ഭാഷകൾ എത്ര? 22. ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 18 വയസ്സാക്കി കുറച്ചത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 61-ാം ഭേദഗതി. നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ്? കൃഷ്ണ. സഹ്യപർവ്വതം എന്നും അറിയപ്പെടുന്ന മലനിര ഏത്? പശ്ചിമഘട്ടം. ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനമേത്? കരിമണ്ണ്. ബംഗാൾ ഉൾക്കടലുമായി തീരമില്ലാത്ത സംസ്ഥാനമേത്? ഗോവ. ഭാരതപ്പുഴയുടെ പോഷക നദികളേതെല്ലാം? ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, തൂതപ്പുഴ. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തിൻ്റെ പ്രധാന കുടിവെള്ള സ്രോതസ്സ് ഏത് അണക്കെട്ടാണ്? അരുവിക്കര ഡാം. ഏത് കായലിൻ്റെ തീരത്താണ് കുമരകം പക്ഷി സങ്കേതം?
വേമ്പനാട്ടുകായൽ. പാപനാശം ബീച്ച് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത്? പാമ്പാടും ഷോല. ഏറ്റവും അധികം കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത്? കണ്ണൂർ. വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള കേരളത്തിലെ ജില്ല ഏത്? ഇടുക്കി. കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? നീണ്ടകര. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ചാലക്കുടിപ്പുഴ. ഹരിത കേരളം മിഷൻ ആരംഭിച്ച വർഷമേത്? 2016 ഡിസംബർ. ഏത് പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായാണ് സവർണജാഥ സംഘടിപ്പിച്ചത്? വൈക്കം സത്യാഗ്രഹം. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രസ്ഥാനമേത്? നായർ സർവീസ് സൊസൈറ്റി. GP പിള്ള നേതൃത്വം നൽകിയ പ്രക്ഷോഭ പരിപാടി ഏത്? മലയാളി മെമ്മോറിയൽ. തിരു-കൊച്ചി സംസ്ഥാന രൂപം കൊണ്ട വർഷമേത്? 1949. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാര്? പൊയ്കയിൽ യോഹന്നാൻ. പ്രഥമ ടെസ്റ്റ് ക്രിക്കറ്റ് ലോക ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കളാര്? ന്യൂസിലൻഡ്. കേരള സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്ത വർഷമേത്? 1956. ഇന്ത്യ വിക്ഷേപിച്ച പ്രഥമ ബഹിരാകാശ ടെലസ്കോപ്പ് ഏത്? ആസ്ട്രോസാറ്റ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ച വർഷമേത്? 2017. ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്നത് എന്ത്? പ്ലീഹ. വിറ്റാമിൻ H എന്നറിയപ്പെടുന്നത് എന്ത്? ബയോട്ടിൻ. കേരളത്തിലെ ഏതു നാണ്യവിളയുടെ ശാസ്ത്രീയ നാമമാണ് ഹിവിയ ബ്രസിലൻസിസ്? റബ്ബർ. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെ? കോട്ടയം. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കളേത്? ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ. ഗോബർ ഗ്യാസിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന വാതകമേത്? മീഥൈൻ. തീയണയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകമേത്? കാർബൺ ഡൈ ഓക്സൈഡ്. പ്രകൃതിയിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന ലോഹത്തിന് ഉദാഹരണമേത്? സ്വർണം. സൂര്യതാപം ഭൂമിയിലെത്തുന്ന രീതി ഏത്? വികിരണം. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് എവിടെ? ശൂന്യതയിൽ. രോഗാണുക്കളെ നശിപ്പിക്കാനും രോഗാണുക്കളുടെ വളർച്ച തടയാനും ഔഷധമായി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരെന്ത്? ആൻറ്റിബയോട്ടിക്. വൈറസ് മൂലമുള്ള രോഗമേത്? പക്ഷിപ്പനി. ഏതു രോഗത്തിനെതിരായ ബോധവൽക്കരണ ചിഹ്നമാണ് പിങ്ക് റിബൺ? സ്തനാർബുദം. ഗർഭിണികളെ ഗുരുതരമായി ബാധിക്കുന്ന പകർച്ചവ്യാധി ഏത്? സിഗപ്പനി. ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്ന ദിവസമേത്? ഡിസംബർ 1. പേപ്പട്ടി വിഷബാധ ശരീരത്തിൻ്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത്? കേന്ദ്ര നാഡീവ്യൂഹം. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത്? O ഗ്രൂപ്പ്. കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്താനും ഗ്രാമീണ മേഖലയിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താനുമുള്ള പദ്ധതി ഏത്? ആരോഗ്യ കേരളം. ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായുള്ളവർക്കുള്ള വൈദ്യപരിചരണം എന്ന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ഭൂമിക. മലയാളിയായ സഞ്ജു സാംസൺ IPLലെ ഏതു ടീമിൻ്റെ ക്യാപ്റ്റനായാണ് നിയമിതനായത്? രാജസ്ഥാൻ റോയൽസ്. 2019 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതാർക്ക്? രജനീകാന്ത്. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ഏതു മേഖലയിൽ മികവ് തെളിയിച്ച വ്യക്തിയാണ്? ചെണ്ടമേളം.
ദേശീയ വനിതാ വോളിബോളിലെ നിലവിലെ ജേതാക്കളാര്? കേരളം. 2020 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ സംഘടന ഏത്? വേൾഡ് ഫുഡ് പ്രോഗ്രാം. ഗൽവാൻ താഴ്വര ഏതു പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്? ലഡാക്ക്. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? രഞ്ജൻ ഗൊഗോയ്. കരസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരമായ താൽ സേനാ ഭവൻ നിർമ്മിക്കുന്നത് എവിടെ? ഡൽഹി. കാവേരി നദി ഡെൽറ്റ പ്രദേശത്തെ പ്രത്യേക സംരക്ഷിത കാർഷിക മേഖലയായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത്? തമിഴ്നാട്. പാർലമെൻറ്റിൻ്റെ പുതിയ TV ചാനൽ ഏത്? സൻസദ് TV. ഹായ് ഫ്രണ്ട്സ്, ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.